ദിവസവും രാവിലെ മുറ്റം അടിക്കാറുണ്ട്, മുറ്റം വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ഇന്ന് അതുപോലെയല്ല. ഒരല്പം വൃത്തി അധികം വേണം. കർക്കിടക മാസമാണ്. വന്നു കയറിയ ചേട്ടയെ പുറത്താക്കണം. എല്ലാ വീടും പരിസരവും നല്ല ശുദ്ധിയാക്കി വെക്കണം. പൊടിയെല്ലാം അകറ്റണം. കർക്കിടക മാസം ദുർഘട മാസമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല ഭക്ഷണം കഴിക്കണം. രാമായണ പാരായണം ചെയ്യണം. വീട്ടിലുള്ള എല്ലാ വൃത്തികേടുകളെയും പുറത്താക്കി ശ്രീദേവിയെ അകത്തേക്ക് കയറ്റണം. അങ്ങനെ രാവിലെ ഞങ്ങളെല്ലാവരും കൂടി വീട് വൃത്തിയാക്കുന്ന പരിപാടിയിലായിരുന്നു. വൃത്തിയാക്കൽ കർക്കിടക തലേന്ന് തുടങ്ങിയതാണ്. പിറ്റേന്ന് ഉച്ചവരെ നീണ്ടു. വൈകുന്നേരം കുളിച്ച് വൃത്തിയായി വിളക്ക് വെച്ചു. വിളക്ക് വെക്കുകയും വേണം, കൂടെ രാമായണവും വായിക്കണം. കർക്കിടക മാസത്തിൽ 31 ദിവസം രാമായണ പാരായണമാണ്. വാൽമീകി രാമായണം രചിച്ച ശേഷം കർക്കിടക മാസത്തിൽ ലവകുശന്മാർ ശ്രീരാമദേവന്റെയും സീതാദേവിയുടെയും മക്കൾ ഒച്ചത്തിൽ വായിച്ചു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ചെയ്യുന്നത്. 5 തിരിയിട്ടാണ് വിളക്ക് വെക്കുന്നത്. 5 തിരി പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. വിളക്ക് വെച്ച് വിളക്ക് തൊഴുത് രാമായണ പുസ്തകം കയ്യിലെടുത്ത് വായിക്കേണ്ടതാണ്. രാമായണം വായിക്കുമ്പോൾ സദാ ഈശ്വര ചിന്തയായിരിക്കണം മനസ്സിൽ. ശ്രീരാമദേവനെയും സീതാദേവിയെയും ഹനുമൽ ഭഗവാനെയും മനസ്സിൽ കാണണം. വിളക്ക് വെച്ച് സന്ധ്യാസമയത്ത് വടക്കോട്ട് തിരിഞ്ഞിരുന്നാണ് രാമായണം വായിക്കേണ്ടത്. രാമായണം വായിക്കുമ്പോൾ മറ്റു ചില ചിന്തകളൊന്നും പാടില്ല. പ്രാർത്ഥനാ നിർഭരമായിരിക്കണം. 7 കാണ്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്. ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം എന്നിവയാണ്. ശുദ്ധമായ മനസ്സും ശരീരവും ഒരുമിച്ച് അർപ്പിച്ച് ചെയ്യുന്ന രാമായണ പാരായണം മാനുഷിക ധർമ്മത്തിൻ്റെ പ്രതീകമായ ശ്രീരാമചന്ദ്ര ദേവന്റെ ജീവിത കഥയാണ്. ഇത് കർക്കിടക മാസത്തിലെ എല്ലാ വ്യാധികളും അകറ്റും.